ഇന്നൊരു അതിജീവനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകൻ്റെ ഫോട്ടോ ആണ്. അത് മുടി വെട്ടാൻ പോകണം അവൻ്റെ. അപ്പോൾ മുടി വെട്ടുന്നതിന് മുന്നുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ കണ്ടത്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു ഈ മുടി വെട്ടലും കാര്യങ്ങളും. അപ്പോൾ അത് പ്രത്യേകിച്ചിട്ടും ചെറിയ കുട്ടികളുടെ മുടി വെട്ടാൻ. ബാർബർ ഷോപ്പുകൾ തുറന്നിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ബാർബർ ഷോപ്പ് തുറന്നു, പിന്നെ അടച്ചു. കുറേ പേര് വീട്ടിൽ വന്നിട്ടൊക്കെ വെട്ടിയിരുന്നു. പിന്നെ അപ്പോഴും ഈ കുട്ടികളുടെ കാര്യം തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് അവരെവിടെയും കൊണ്ടുപോയിട്ട് വെട്ടിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ റിസ്ക്കും ആയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അത് ഇതും കൂടി കണ്ട് പഠിച്ചു. ലോക്ക്ഡൗൺ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ വേണ്ടേ, ഇതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 1.5 വർഷത്തോളമായി ഇപ്പോൾ ഇവൻ്റെ മുടി വെട്ടുന്നു. പെട്ടെന്ന് തുടങ്ങിയതല്ല. ലോക്ക്ഡൗൺ തുടങ്ങിയൊരു 3-4 മാസം ആയപ്പോൾ ആരെയും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആ ലെവലിലോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അവൻ്റെ തല എനിക്ക് തന്നു, പഠിച്ചോളൂ അച്ഛാന്ന് പറഞ്ഞിട്ട്. അവന് ഇഷ്ടമൊന്നുമല്ല വെട്ടാൻ, ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. വെട്ടാൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും കരച്ചിലും പിടിച്ചിലും വേണം എന്നൊക്കെ. എല്ലാ ജോലികളും ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ശ്രമിച്ചോളൂ കേട്ടോ. കാരണം സ്വന്തം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പണി നമുക്ക് ചെയ്യാൻ പറ്റും. മോശം വിചാരിക്കുന്ന ആൾക്കാരാണ് കുഴപ്പക്കാർ. അപ്പോൾ എന്തും പഠിക്കാം നമുക്ക്. അപ്പോൾ ഈസിയാണ് പരിപാടികളെല്ലാം. അപ്പോൾ ഇത്രയും സമയം ഒരു 5-8 പ്രാവശ്യം ഞാൻ എൻ്റെ ഇത് വെട്ടി. ഇപ്പോൾ 8ാമത്തെ പ്രാവശ്യം വെട്ടിയാണ് ഇപ്പോൾ വെട്ടുന്നത്. സിമ്പിളാണ്. ഇപ്പോൾ ഓരോരോ പ്രാവശ്യം വെട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോരോ ടെക്നിക്കുകൾ പെടുത്താൻ കിട്ടുക. ഇപ്പോൾ കുറേ ടൈപ്പ് ഇത് വെട്ടി, കുറേ വരകളും ഇതൊക്കെ ഇട്ടിട്ട് ചിലത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും വളരെ നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ നുറുങ്ങ് വിദ്യകളും ഇതൊക്കെ കുറേ ആകുമ്പോഴാണ് നമുക്കത് പിടുത്തം കിട്ടുക. അപ്പോൾ എൻ്റെ അടുത്ത് ട്രിമ്മർ ഉണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ അതും കൊണ്ടാണ് വെട്ടിയത്. എനിക്ക് കത്തിരി പരിപാടികൾ എക്സ്പെർട്ട് അല്ലല്ലോ നമ്മളൊന്നും. അപ്പോൾ തുടക്കക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ബേസിക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മുടിയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വെട്ടിയത്. ഇത് സത്യം പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഇത്രയും കാലം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളിതൊരു ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളൊക്കെ ആയിട്ട് അടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ മാറി നിന്നിട്ട് പല കാര്യങ്ങളും നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ കൂടുതൽ അവരുമായിട്ട് അടുക്കാൻ നമ്മൾ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ ഇവൻ എന്താ പറയുക, നമ്മളൊന്ന് കുളിപ്പിക്കണത്, ബ്രഷ് ചെയ്യിപ്പിച്ച് കൊടുക്കണം, ഇതൊക്കെ ഈ ഒരു പ്രായത്തിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ അവർ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയണതൊക്കെ വെറുതെ. നമുക്കെല്ലാവർക്കും ഇഷ്ടംപോലെ സമയമൊക്കെ കിട്ടുന്നുണ്ട് ഓരോ രീതിയിൽ. ഞാനെങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇതൊക്കെ കൂടി അവനെ ശ്രദ്ധിക്കാനുള്ള സമയമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഇങ്ങനെയും വഴികളുണ്ട്. അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ശബ്ദം കേൾക്കുന്നത് ഒന്ന് എൻ്റെ മകളാണ്, ചെറിയ മകൾ. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആളാണ് അബിറാം, ഇതപ്പോൾ വെട്ടുന്ന ആൾ. അവന് 6 വയസ്സായി. ഇളയ ആൾക്ക് 1.5 വയസ്സാവുന്നു. അമ്മയ്യ എന്ന പേര്. അതിൽ അബിറാം 1ാം ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം പഠിക്കുന്ന പോലെ പോകുന്നുണ്ട്. എല്ലാം ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാർ നന്നായി പഠിക്കുന്നു എന്നർത്ഥം. അവർ ഏകദേശം ഒരു PG ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഭാര്യയൊക്കെ, എൻ്റെ ഭാര്യ മാത്രമല്ല, അത്യാവശ്യം എല്ലാ വീട്ടിലത്തെയും അമ്മമാരെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കുട്ടികളെന്താവുമെന്ന് അറിയില്ല. പിന്നെ ഒപ്പം വേറെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരെണ്ണം വൈഫാണ്, ഒരെണ്ണം എൻ്റെ അനിയത്തിയാണ്. വൈഫിൻ്റെ പേര് ബബിത, അനിയത്തിയുടെ പേര് സൗമ്യ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അധികം നമ്മളിത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോകും. പിന്നെ നമുക്ക് ഇടണമെന്ന് തോന്നുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇതുണ്ടാവും. കാരണം നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് മൈൻഡിൽ വരില്ല. ഇതിപ്പോൾ അനിയത്തിയും വൈഫൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളങ്ങനെ വീഡിയോ എടുക്കൽ നടന്നു. ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടപ്പോഴാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ വിളിച്ചിട്ട് പറയാറുണ്ട്, നീ ഇടുന്ന വീഡിയോകൾ പലതും തമ്മിലൊരു ബന്ധമില്ലാന്ന്. പഴയ വീഡിയോനായിട്ടൊരു ബന്ധമില്ലാത്ത അടുത്തത് ഉണ്ടാവാന്ന്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഇതാണ്.
അപ്പോൾ അതെന്താണെന്നറിയില്ല അങ്ങനെ ബന്ധം വരാത്തത്. അപ്പൊ ഏട്ട താഴെ വന്നിട്ടൊക്കെ കൂലി ആൾക്കാര് ചേച്ചിയാണെന്നത് മനസ്സിലാവണില്ലേ? ഇതാണ് ഞാൻ എടുക്കട്ടെ ഇതൊന്ന്. ഏയ് ചേച്ചി വേണ്ടട്ടോ, ഞാൻ അപ്പൊ അതും നിർത്തിയിട്ട് ഓടിക്കാൻ. അപ്പോൾ ഇനി ചിലപ്പോൾ ഇനി അടുത്ത വീഡിയോ ചിലപ്പോൾ ഇതിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കാം. എന്തെങ്കിലും ഇൻഫർമേഷൻ, ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ഇടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും നമ്മുടെ ഒരു തരത്തിലും വിചാരിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു വിഷമങ്ങളൊന്നുമില്ല. കാരണം ഏതാൾക്കാരും നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രോത്സാഹനം കൊടുക്കണം. എനിക്കിന്ന് കൂടുതൽ വ്യൂവേഴ്സുള്ള ചാനലിലൊന്നുമല്ല എൻ്റെ. ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ നമുക്കതിന് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത്. അത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസ് ഇടണമെന്ന് നമ്മൾ പലതും ചെയ്യുമ്പോഴും വീഡിയോസ് എടുത്തിട്ടില്ല. അതുകൊണ്ടുള്ള കുറേ മിസ്സിങ്ങുകൾ വന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ് ഇങ്ങനത്തെ കാര്യത്തിലേക്ക് ഞാൻ ഭയങ്കര മടിയനാണ്. ഇപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയ പുതിയ ശൈലിയിൽ ഇനി കൂടുതൽ വെട്ടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മകൻ തലനേരെന്ന് വിചാരിക്കണം. ഇപ്പോൾ മകളാണുള്ളത്. അപ്പോൾ അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇതില്ല. കാരണം പെൺകുട്ടിയാണല്ലോ. അപ്പോൾ കൂടുതൽ മുടി അല്ല തല എനിക്ക് തരാൻ സാധ്യതയില്ല. എന്റെ ഫ്രണ്ടില്ലേ ദൃശ്യല്ലേ, അവളെ അച്ഛനും അമ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ കുക്കിംഗ്, അച്ഛൻ മച്ചേ പഠിക്കണതൊക്കെ. സൗമ്യ എന്താ അതിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ചാൽ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ 2 ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ അച്ഛനും അമ്മയും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും പറ്റുകയാണെങ്കിൽ, നല്ല ചാനലാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കേട്ടാ മതി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പുതിയ ടെക്നിക്ക് പല്ല് പറിക്കാൻ കണ്ടുപിടിച്ചു. മതി ഇനി ആവശ്യക്കാരൊക്കെ ഇതൊക്കെ പിന്നെ കട്ടി പറഞ്ഞാൽ നല്ല കിട്ടുള്ളൂ. ഈ വീഡിയോ കാണാൻ ക്ഷമ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം എൻ്റെ നന്ദി പറയുകയാണ്. ഇതേപോലെ പുതിയ പുതിയ എന്തെങ്കിലും വെറൈറ്റി വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മളതിലൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ, ലൈക്കും. ഓക്കെ, താങ്ക് യു.